കരൂർ ദുരന്തത്തിൽ ടിവിക്ക് അധ്യക്ഷനും നടനുമായ വിജയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കാൻ നീക്കം. സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിച്ചേക്കും. വീഴ്ച ഭരണകൂടത്തിനാണെന്ന് വിജയ് ആവർത്തിക്കുമ്പോഴും നടൻ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്ന് ജില്ലാ ഭരണകൂടം CBI അറിയിച്ചു. കരൂർ ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് CBIക്ക് കൈമാറിയിട്ടുണ്ട്. ആർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നും എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണെന്നും CBI വ്യക്തമാക്കുന്നു. വിജയുടെ ഇന്നത്തെ മൊഴിയെടുപ്പും പൂർത്തിയാക്കിയിരിക്കുകയാണ്. നോബൽ മാരിക്കാരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നോബൽ 2 ദിവസങ്ങളിലായി വിശദമായി തന്നെ മൊഴിയെടുത്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച എന്ന് പറയുമ്പോൾ പോലും അത് അംഗീകരിക്കുന്നുണ്ടോ? വിജയെ പ്രതി ചേർത്തേക്കുമെന്നുള്ള വിവരങ്ങളാണല്ലോ ഈ ഘട്ടത്തിലും പുറത്തു വരുന്നത്. വിജയുടെ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊത്തം 12 മണിക്കൂറാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ചയും ഇന്നുമായി 12 മണിക്കൂറിന്റെ അടുത്ത് വിജയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ മൊഴി തന്നെ രേഖപ്പെടുത്തി എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വിനീത് സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ വിജയ് പ്രതിയേർക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കാരണം ഈ കേസിൽ വിജയ് നൽകിയ പല കാര്യങ്ങളിലും വ്യക്തക്കുറവുണ്ട് എന്നാണ് CBI വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിക്കൊണ്ട് വിജയ്ക്കെതിരെ ഇതിൽ കേസെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഫെബ്രുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം, ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കുറ്റപത്രം നൽകും എന്ന് CBI വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇന്നും ഇപ്പോൾ വിജയ് മൊഴി നൽകിയപ്പോൾ പ്രധാനമായും അദ്ദേഹം കുറ്റപ്പെടുത്തിയത് ജില്ലാ ഭരണകൂടത്തെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. തനിക്ക് നൽകിയ പോലീസും അതോടൊപ്പം ജില്ലാ ഭരണകൂടം നൽകിയ എല്ലാ കാര്യങ്ങളും താൻ കൃത്യമായി തന്നെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും താൻ പാലിച്ചിരുന്നു, അവർ പറഞ്ഞനുസരിച്ചാണ് മുന്നോട്ട് പോയത് എന്നാണ് ഇന്നിപ്പോൾ വിജയ് മൊഴി നൽകിയത്. പക്ഷേ അപ്പോഴും 7 മണിക്കൂർ വൈകി എന്തുകൊണ്ട് കരൂരിൽ എത്തി എന്ന ചോദ്യം പ്രസക്തമായി തന്നെ CBI ഇന്നും ഉയർത്തി. അതിൽ ചുറ്റിപ്പറ്റിയായിരുന്നു ഇന്നും ചോദ്യം ചെയ്യൽ ഉണ്ടായത്, ചോദ്യങ്ങൾ അതിൽ ചുറ്റിപ്പറ്റിയായിരുന്നു ഇന്നും ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ വിജയ് നൽകിയ മൊഴി അത് കൃത്യതയോ വ്യക്തതയോ ഉള്ളതല്ല എന്നാണ് CBI വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൽ ഇനിയും സംശയങ്ങൾ CBIക്ക് ബാക്കിയുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവർ CBIക്ക് നൽകിയിരിക്കുന്ന മൊഴിയിൽ പൂർണ്ണമായും വിജയും മാർഗദർശനങ്ങൾ ലംഘിച്ചു, വിജയും TVKയും മാർഗദർശനങ്ങൾ ലംഘിച്ചു എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്തത്. അന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ അടക്കം CBIക്ക് പോലീസ് കൈമാറിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയും. നിലവിൽ ആർക്കും ക്ലീൻ ചീറ്റ് നൽകിയിട്ടില്ല, ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആർക്കും ക്ലീൻ ചീറ്റ് നൽകിയിട്ടില്ല എന്നാണ് CBI വൃത്തങ്ങളും ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അന്വേഷണം നടക്കട്ടെ, വിജയെ പ്രതി ചേർത്തേക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുഭാഗത്ത് ഇതാ രാഷ്ട്രീയ വാഗ്വാദങ്ങളും നടക്കുകയാണല്ലോ. വിജയെ 2 തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി, അതും ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തി. ഇനിയും ചോദ്യം ചെയ്യലുണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. DMK രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. DMK ആദ്യഘട്ടം മുതൽ തന്നെ വിജയുടെ ഈ ദില്ലിയിലെ ചോദ്യം ചെയ്യലിനെതിരെ രംഗത്തേക്ക് വന്നാണ്. ഇന്നും അവർ കൃത്യമായി തന്നെ അതിൽ വിമർശനം ഉന്നയിക്കുന്നു. കാരണം വിജയെ സമ്മർദ്ദത്തിലാക്കി BJPക്ക് ഒപ്പം നിർത്തി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ മത്സരിക്കാനാണ് നീക്കം നടക്കുന്നത് എന്നാണ് ഇതിൽ DMK ആരോപിക്കുന്നത്. ഇതിൽ ഇളങ്കോവൻ അടക്കമുള്ള DMK നേതാക്കൾ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായാണ് ദില്ലിയിലേക്ക് ഇത്തരത്തിൽ വിളിപ്പിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. സമ്മർദ്ദത്തിലാക്കിയാണ് വിജയ്, അതിന്റെ ഭാഗമായി നടക്കുന്ന BJP നീക്കത്തിന്റെ ഭാഗമാണ് ദില്ലിയിലെ ചോദ്യം ചെയ്യൽ എന്ന് തന്നെ DMK നിസ്സംശയം പറയുന്നു. നേരത്തെയും ഈ ദില്ലിയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. കരൂർ ദുരന്തം ഉണ്ടായിട്ട് തമിഴ്നാട്ടിൽ ഇതിനുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താതെ ദില്ലിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നതിലെ സംശയം ആദ്യഘട്ടം മുതൽ തന്നെ DMK പറഞ്ഞതാണ്. അതുമാത്രമല്ല, തമിഴ്നാട്ടിൽ NDA വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പാർട്ടികൾ NDAയിലേക്ക് വരും എന്ന് നേരത്തെ തന്നെ പല നേതാക്കളും അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിരുന്നു. അത് TVK ആണോ, വിജയുടെ TVK BJPക്കൊപ്പം NDAയിൽ മത്സരിക്കുമെന്ന ചോദ്യമൊക്കെ വലിയ തരത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ. അതിനിടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും വിജയെ 2ാം വട്ടവും CBI ദില്ലിക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരിക്കുന്നത്, മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയത്. സ്വാഭാവികമായും DMK ഉയർത്തുന്ന ഈ ആശങ്ക, ഈ സംശയമൊക്കെ അത്തരത്തിൽ ചർച്ചകളിലേക്ക് വരും ദിവസങ്ങളിൽ വരും എന്ന കാര്യത്തിൽ സംശയം ഇല്ല വിനിത. അതാണ്, കുറ്റപത്രം അടുത്ത മാസം നൽകും. അതിനു മുൻപ് തന്നെ വിജയെ പ്രതി ചേർത്തേക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമായിരിക്കും ചുമത്താൻ ഇടയുണ്ടാവുക എന്നാണ്. നിലവിൽ സാക്ഷി എന്ന നിലയിലാണ് വിജയെ ഈ ഘട്ടത്തിൽ മൊഴിയെടുത്തത്. പക്ഷേ പ്രതി ചേർത്തേക്കും ആർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്നാണ് CBI വൃത്തങ്ങൾ നൽകുന്ന സൂചന. നമുക്ക് നേരെ